പിന്നെ ഇതിൽ നായിക ശരണ്യ, AB രാജ് എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടറുടെ മകളാണ്. അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അന്ന് അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്യുന്ന രീതി തന്നെയായിരുന്നു. അങ്ങനെ അവരെ പെട്ടെന്ന് തന്നെ ഇവർ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മണിരത്നം അത് ഫിക്സ് ചെയ്തത്. പിന്നെ സുഹാസിനി, അന്ന് സുഹാസിനി മണിരത്നം കല്യാണം കഴിച്ചിട്ടില്ല, അവർ സൗഹൃദത്തിലാണ്. അങ്ങനെ സുഹാസിനിയാണ് ഇതിൽ മകളുടെ ക്യാരക്ടറിൽ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ അത് നടന്നില്ല. അങ്ങനെയാണ് പിന്നെ കാർത്തിക വേഷം ചെയ്തത്. നിങ്ങൾ കാർത്തിക മലയാളത്തിൽ നിന്ന് പോയി ആദ്യമായിട്ട് തമിഴിൽ ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ അവരധികം സിനിമകൾ ചെയ്തിട്ടില്ല. ശരിക്കും 87 അവസാനത്തോടുകൂടി മിസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന വിജയ് തമ്പിയുടെ ആദ്യത്തെ സിനിമ അതായിരുന്നു കാർത്തികയുടെ അവസാനത്തെ മലയാള സിനിമ. പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് അതൊന്ന് മാറി. അതിനു മുമ്പ് അവർ ചെയ്ത ശക്തമായിട്ടുള്ള റോള് തന്നെയാണ് അതിൽ കമലഹാസൻ്റെ മകളുടെ ക്യാരക്ടർ. പിന്നെ നാസറിൻ്റെ ക്യാരക്ടർ, ഇതിൽ കാർത്തികയുടെ ഭർത്താവായിട്ട് വരുന്ന പോലീസ് ഓഫീസറായിട്ടുള്ള ക്യാരക്ടർ, അതിലാദ്യം രഘുവരനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് മാറിയിട്ടാണ് പിന്നെ നാസർ. അപ്പോൾ നാസർ തന്നെ പിന്നീട് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നാസറിന് അതിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ വലിയൊരു തൃപ്തിയും തോന്നിയില്ല, എന്തോന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ഫീലായിരുന്നു. പക്ഷേ പിന്നെ ഷൂട്ടൊക്കെ കഴിയാറായപ്പോൾ മനസ്സിലായി. പിന്നെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നാസർക്ക് മനസ്സിലായി എത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളത്.